കേരളത്തിന് പുറത്തുള്ള മലയാളികളെ സംബന്ധിച്ച് ഓണം ആഘോഷിക്കാനുള്ള സാധനങ്ങൾ ഒരു കുടക്കീഴിൽ കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പല സ്ഥലങ്ങളിലും പോകണം, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ. ഈ പ്രയാസം മറികടക്കാനാണ് ചില മലയാളി സംഘടനകളും കൂട്ടായ്മകളും ഒക്കെ ഓണച്ചന്ത ഒരുക്കുന്ന വിദേശത്ത്. ചെന്നൈയിലെ മോഗപ്പരിലെ വീട്ടമ്മമാർ ഒരുക്കിയ ഒരു ഓണച്ചന്ത, ആ ഓണച്ചന്തയിൽ എല്ലാം കിട്ടും അവിടെ കേട്ടോ. ഓണം കേരളത്തിൽ മാത്രമുള്ള ആഘോഷമല്ല എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ ഓണമുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തവണ എൻ്റെ ഓണം ചെന്നൈയിലാണ്. ചെന്നൈയിൽ കുറേ സാധനങ്ങളൊക്കെ ഇനി വാങ്ങാനുണ്ട്, 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് മുഖപ്പേരിൽ അവിടുത്തെ കുറേ വീട്ടമ്മമാർ ഒരു ഓണച്ചന്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ A to Z എല്ലാ സാധനങ്ങളും കിട്ടുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഓണച്ചന്ത. ചേച്ചി എന്താ പേര്, എന്തൊക്കെയാണ് ഐറ്റംസ് ഒക്കെ ഉള്ളത്? എൻ്റെ പേര് ശ്രീശൈലി. കൊറോണ ടൈമിലും ഇവിടെ ചെന്നൈയിൽ തമിഴ്നാട്ടിൽ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ ആരും ചെയ്തിരുന്നില്ല. ആ സമയത്ത് വരെ ഞങ്ങൾ ആ റിസ്ക് ഏറ്റെടുത്ത് ഇവിടെ മിഡിമിക്സിൻ്റെ ഓണർ അനൂപ് സാറിൻ്റെ ഒരു സഹായത്തോടു കൂടി റിസ്ക് ഏറ്റെടുത്ത് ഇവിടെ ഓണച്ചന്ത നടത്തി ഇവിടെയുള്ള മലയാളികൾക്ക് നമ്മൾ നമ്മുടെ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ നമ്മൾ എല്ലാവർക്കും എത്തിച്ചു കൊടുത്തു. അല്ലെങ്കിൽ അതിൻ്റെ രീതിയിൽ ഞങ്ങൾ എത്തിച്ചു കൊടുത്തു. ഇപ്പം അതുമാതിരി ഓരോ ഐറ്റംസും ഇപ്പം നമ്മൾ മലയാളികൾക്ക് നമ്മുടേതായ ഓരോ ഐറ്റംസ് ഉണ്ടാവും. പുളിയിഞ്ചി ആയാലും നാരങ്ങ ആയാലും, കാരണം നമുക്കൊരു പ്രത്യേകതയുണ്ട്, എല്ലാം ഇങ്ങനെ ആവണം, ഇത്ര ടേസ്റ്റ് വേണം എന്നുള്ളത്. അതിനനുസരിച്ച് ഞാൻ പുളിയിഞ്ചി ആണെങ്കിലും നാരങ്ങ ആയാലും കടുമാങ്ങ ആയാലും നമ്മുടെ ചമ്മന്തിപ്പൊടി ആണെങ്കിലും നമുക്ക് നമ്മൾ പായസം ഉണ്ടാക്കണം. പായസം അരിയൊക്കെ എല്ലായിടത്തും കിട്ടില്ല, നമ്മൾ നാട്ടിലാണ് കൂടുതൽ കിട്ടുന്നത്. പക്ഷേ ചിലരൊരു പിഴിഞ്ഞ് പായസം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അങ്ങനെ അരി പായസമൊക്കെ ഉണ്ടാക്കണം, അതിനുള്ള പായസ അരി, അങ്ങനെ എല്ലാ ഐറ്റംസ്. കൂടുതൽ പൈസയൊന്നും നമ്മൾ ഇത് ചെയ്യുന്നില്ല, നമുക്കൊരു മീഡിയം ലെവലിൽ ഇത് ചെയ്യുന്നു. ബാലരാമപുരം മുണ്ടുകൾ വയ്ക്കാറുണ്ട്. പിന്നെ നമ്മൾ സെറ്റ് സാരിയാണല്ലോ, നമുക്ക് സെറ്റ് മുണ്ട് സെറ്റ് സാരിയാണ് ഓണായിട്ട് എല്ലാവർക്കും സ്പെഷ്യൽ, അതും നമ്മൾ വയ്ക്കാറുണ്ട്. സെറ്റ് മുണ്ട് സെറ്റ് സാരികൾ, ചമ്മന്തിപ്പൊടി, അതൊക്കെ നമുക്ക് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇടിച്ചുണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടിയാണ്. ഇപ്പം അത് ഇടിച്ചല്ല, എന്നാലും അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണം. പിന്നെ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ, നല്ല കോക്കനട്ട് ഓയിൽ കിട്ടണം. നമുക്ക് ഇപ്പോഴത്തൊക്കെ കോക്കനട്ട് ഓയിൽ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ കുറേ വർഷമായിട്ട് ഒരു നല്ല ടൈപ്പിൽ കോക്കനട്ട് ഓയിൽ നമ്മൾ മാന്യമായ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും കടയിൽ നല്ല തിരക്കുണ്ട്, ആളുകളൊക്കെ ഇങ്ങനെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ, കുറച്ച് സമയമുള്ളൂ, എല്ലാം ഒരുക്കി വെക്കേണ്ട, അവസാനം എന്തൊക്കെ മിസ്സായി എന്നൊക്കെ നോക്കേണ്ട സമയം കൂടിയാണ്. എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കുക എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസം നൽകുന്ന, അവർക്ക് കാര്യങ്ങളൊക്കെ വന്ന് വാങ്ങാൻ കഴിയുന്ന ഒരു അവസരം കൂടി ഒരുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശഭട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.